നമ്മൾ ഓർമ്മകളിൽ തപ്പിപ്പോയാൽ 20 വർഷം മുൻപുള്ള ഒരു ജീവിതം കാണാം. ആശയവിനിമയം അത്ര എളുപ്പമായിരുന്നില്ല. ഒരു ലാൻഡ്ലൈൻ ഫോണായിരുന്നു വീടുകളിലെ പ്രധാന ബന്ധം. സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒരു കത്തോ പോസ്റ്റ് കാർഡോ അയച്ച് മറുപടിക്ക് ദിവസങ്ങളോളം കാത്തിരുന്ന ഒരു കാലം. ജോലിസ്ഥലങ്ങളിൽ പേപ്പർ ഫയലുകൾക്കായിരുന്നു ആധിപത്യം. ഇമെയിൽ ഉപയോഗം വളരെ കുറവ്. ഒരു പ്രധാന രേഖ ലഭിക്കണമെങ്കിൽ മണിക്കൂറുകളോളം കാത്തിരിക്കണം. വിവരങ്ങൾ ശേഖരിക്കാൻ ലൈബ്രറികളിൽ പോയി പുസ്തകങ്ങൾ മറിച്ചു നോക്കണം. എല്ലാം പതുക്കെ, ശ്രദ്ധയോടെ, ഭൗതികമായ ഒരു രൂപത്തിൽ. ബാങ്കുകളിൽ ക്യൂ നിന്നു പണം കൈകാര്യം ചെയ്തു. വഴിയറിയാൻ വലിയ അറ്റ്ലസ് ഭൂപടങ്ങളെ ആശ്രയിച്ചു. സാങ്കേതികവിദ്യ ഉണ്ടായിരുന്നു, പക്ഷേ അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നില്ല. ജീവിതം പതുക്കെ ഒഴുകി നീങ്ങിയ ഒരു ശാന്തമായ കാലഘട്ടം. പിന്നീട് മാറ്റത്തിൻ്റെ തിരമാലയെത്തി. 2007 സ്മാർട്ട് ഫോണുകളുടെ വരവും അതോടൊപ്പം അതിവേഗ ഇൻ്റർനെറ്റിൻ്റെ വ്യാപനവും ലോകത്തെ മാറ്റിമറിച്ചു. ഈ മാറ്റങ്ങളുടെയെല്ലാം പിന്നിലെ നിശബ്ദ ശക്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI ആയിരുന്നു. Outdone by its rivals OpenAI and Microsoft, Google now getting into the world of AI chatbots. Google's Bard soft launch today. ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഫോൺ വെറുമൊരു സംസാരോപാധിയല്ല, അതൊരു AI അസിസ്റ്റൻ്റ് ആണ്. നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന് മുൻപ് അടുത്ത വാക്ക് പ്രവചിക്കുന്ന പ്രെഡിക്റ്റീവ് ടെക്സ്റ്റ് മുതൽ നമുക്ക് വരുന്ന സ്പാം സന്ദേശങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് നീക്കം ചെയ്യുന്ന ഇമെയിൽ ഫിൽട്ടറുകൾ വരെ AI ആണ് നമുക്ക് വേണ്ടി പണിയെടുക്കുന്നത്. ജോലികളിപ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും ചെയ്യാം. ഫയലുകൾ ക്ലൗഡിലായി. ഓൺലൈൻ മീറ്റിങ്ങുകൾ AI ഉപയോഗിച്ച് വോയിസ് ടു ടെക്സ്റ്റായി മാറുന്നു. വിനോദത്തിൻ്റെ കാര്യത്തിലും AI നമ്മെ നയിക്കുന്നു. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പഠിച്ച് നമുക്ക് വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്ത ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. വഴി തെറ്റുക എന്നത് ഇന്നൊരു പ്രശ്നമല്ല. GPS-ഉം AI ട്രാഫിക്കും ചേർന്ന് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി പറഞ്ഞു തരും. 1 മിനിറ്റിനുള്ളിൽ ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്യാം. ആരോഗ്യമേഖലയിൽ AI ഉപയോഗിച്ച് രോഗനിർണയത്തിലെ കൃത്യത വർദ്ധിച്ചു. സ്കാനിംഗ് റിപ്പോർട്ടുകളിലെ അതിസൂക്ഷ്മമായ മാറ്റങ്ങൾ പോലും AI കണ്ടെത്തി ഡോക്ടറെ സഹായിക്കുന്നു. നമ്മുടെ കാലഘട്ടം ജനറേറ്റീവ് AIയുടെ കാലമാണ്. ChatGPT-യും മറ്റും ഒരു കമ്പ്യൂട്ടറിന് മനുഷ്യനെപ്പോലെ എഴുതാനും സംസാരിക്കാനും കഴിയുമെന്ന് തെളിയിച്ചു. സൃഷ്ടിപരമായ ജോലികളിൽ പോലും AI നമ്മുടെ സഹായത്തിനെത്തുന്നു. അടുത്ത 10 വർഷത്തിനുള്ളിൽ AI ഇല്ലാത്ത ഒരു മേഖലയും ഉണ്ടാകില്ല. എന്നാൽ ഈ വിപ്ലവം അപകടരഹിതമല്ല. AIയുടെ അനന്തമായ സാധ്യതകൾക്കൊപ്പം വെല്ലുവിളികൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് ഉയർത്തുന്നത്. ഒന്നാമതായി നമ്മുടെ വിവര സുരക്ഷ. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ AIയെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ എവിടെ പോകുന്നു? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും മറ്റു ഓൺലൈൻ സേവനങ്ങളിലും നമ്മുടെ ഓരോ ക്ലിക്കുകളും ഓരോ ഇഷ്ടങ്ങളും AI ട്രാക്ക് ചെയ്യുന്നു. ഡാറ്റയാണ് പുതിയ എണ്ണ എന്ന് പറയുന്നത് പോലെ നമ്മുടെ വിവരങ്ങൾ ഇന്ന് ഏറ്റവും വിലയേറിയ ചരക്കാണ്. ഈ വിവരങ്ങൾ ചോർന്നു പോവുകയോ ദുരുപയോഗം ചെയ്യപ്പെടുകയോ ചെയ്താൽ അത് സൈബർ ആക്രമണങ്ങൾക്കും സ്വകാര്യതയുടെ ലംഘനത്തിനും കാരണമാകും. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയും
പ്ലാറ്റ്ഫോമുകളെയും കുറിച്ചുള്ള ബോധം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. രണ്ടാമതായി, തൊഴിൽ രംഗത്തെ അനിശ്ചിതത്വം. ഓട്ടോമേഷൻ കാരണം ഡാറ്റ എൻട്രി പോലുള്ള ആവർത്തന സ്വഭാവമുള്ള ജോലികൾ അപ്രത്യക്ഷമാകുമ്പോൾ മനുഷ്യൻ്റെ തൊഴിൽ സാധ്യതകൾ എങ്ങോട്ടു പോകും? ഇവിടെയാണ് നാം നമ്മുടെ നൈപുണ്യം വീണ്ടും വിലയിരുത്തേണ്ടത്. AI-ക്ക് പകരം വെക്കാൻ സാധിക്കാത്ത വിമർശനാത്മക ചിന്ത, വൈകാരിക ബുദ്ധി, സങ്കീർണമായ പ്രശ്നപരിഹാരം എന്നീ മനുഷ്യൻ്റെ അടിസ്ഥാന കഴിവുകൾക്ക് നാം കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. AI ഒരു ഇരട്ടവാളാണ്. അത് നമ്മുടെ ലോകത്തിന് വലിയ കാര്യക്ഷമതയും സൗകര്യവും നൽകുന്നു. അതോടൊപ്പം ഉത്തരവാദിത്വമുള്ള ഉപയോഗം ആവശ്യപ്പെടുന്നുമുണ്ട്. കഴിഞ്ഞ 2 ദശകങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ചു. ആശയവിനിമയം മുതൽ ആരോഗ്യ മേഖല വരെ എല്ലാ മേഖലകളിലും AI ഒരു പുതിയ യുഗം തുറന്നു കഴിഞ്ഞു. എങ്കിലും AI നമ്മുടെ പകരക്കാരനാവുകയല്ല, മറിച്ച് മനുഷ്യൻ്റെ കഴിവിനെ പല മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ശക്തിയെ വിവേകത്തോടെ ഉപയോഗിക്കാനുള്ള മനുഷ്യൻ്റെ തീരുമാനം മാത്രമാണ് ഇനി പ്രധാനം. സാങ്കേതിക വിദ്യയുടെ പാതയിൽ നാം ലക്ഷ്യബോധത്തോടെ സഞ്ചരിച്ചാൽ അതിജീവനത്തിന് പകരം വളർച്ചയുടെ ഒരു പുതിയ യുഗം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. ഈ സാങ്കേതിക വിദ്യയുടെ ഭാവിയെ നയിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും നാം ഓരോരുത്തരുമാണ്. അവസാനമായി, ഡീപ് ഫേക്ക് പോലുള്ള സാങ്കേതിക വിദ്യകൾ സമൂഹത്തിൽ വ്യാജ വാർത്തകളും തെറ്റിദ്ധാരണകളും സൃഷ്ടിക്കുന്നു. ഇത് വ്യക്തിഗത പ്രതിച്ഛായ, രാഷ്ട്രീയപരമായ തെരഞ്ഞെടുപ്പുകൾ പോലത്തതിൽ ബാധിച്ചേക്കാം. കൂടാതെ AI-യെ പരിശീലിപ്പിക്കുന്ന ഡാറ്റയിലെ പക്ഷപാതങ്ങൾ കാരണം വിവേചനപരമായ തീരുമാനങ്ങൾ AI എടുക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ എല്ലാവർക്കും തുല്യമായി ലഭിക്കാതെ സാങ്കേതികമായി പിന്നാക്കം നിൽക്കുന്നവർ കൂടുതൽ ഒറ്റപ്പെടുന്ന ഡിജിറ്റൽ വിടവ് ഒഴിവാക്കാൻ നാം ശ്രമിക്കണം.